അർജുനായങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കി ഇപ്പോൾ പോലീസിന്റെ കരുതൽ തടങ്കലിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. അർജുനായങ്കിയുടെ കേസ് നടത്തുന്നതിനായി പണം സ്വരൂപിക്കാനായി QR കോഡ് നിർമ്മിച്ചു നൽകിയത് അജയ് ആയങ്കിയാണ്. കോഴിക്കോട് നടക്കാവ് പോലീസാണ് അജയ് ആയങ്കിയെ കരുതൽ തടങ്കലിൽ വച്ചിരിക്കുന്നത്. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, അപ്പോൾ അർജുനായങ്കി പിടിയിലായെങ്കിലും അർജുനായങ്കിക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയവരെ കൂടി പിടികൂടുക എന്നുള്ള ഒരു രീതിയിലേക്ക് കൂടെ പോലീസ് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ അടക്കം പോലീസ് നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഈ QR കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുള്ള സഹായമൊക്കെ ചെയ്ത് നൽകിയ അജയ് ആയങ്കി കൂടി ഇപ്പോൾ ഒരു കരുതൽ തടങ്കലിലാണ്. ഒരു കരുതൽ തടങ്കൽ എന്ന് മാത്രമുള്ള വിവരങ്ങളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ജിൽസി, നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ആണ്, കരുതൽ തടങ്കൽ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകും. കാരണം അർജുൻ ആയങ്കി ഈ ഒളിവിൽ കഴിയുകയും ആ സമയത്ത് ഈ തനിക്ക് ഈ നിയമ പോരാട്ടം നടത്തുന്നതിനായി പണം വേണം, അതുകൊണ്ട് ഈ പണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയും അതില് ഈ ഒരു QR കോഡ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റില് താഴെ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നേരിട്ട് അക്കൗണ്ടിൽ പണം അയക്കാവുന്ന വിധമുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. ഈ QR കോഡ് ഉണ്ടാക്കി നൽകിയത് അജയ് ആയങ്കി എന്ന അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരനാണ്. അയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കോഴിക്കോട് നടക്കാവ് പോലീസിന്റെ ഈ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഒരുപക്ഷെ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തലിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, അപ്പോൾ സഹായം ചെയ്തവരിലേക്ക് കൂടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അവരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അജയ് ആയങ്കി അർജുൻ ആയങ്കിയുടെ സഹോദരനാണ്. അതായത് ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേസൊക്കെ നടത്താനായി പണം ആവശ്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു QR കോഡ് സഹിതം ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് നിർമ്മിച്ചു നൽകിയതും അർജുനെ സഹായിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ അജയ് ആയങ്കിയെ കോഴിക്കോട് നടക്കാവ് പോലീസ് കരുതൽ തടങ്കലിൽ വച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതും യാത്രകൾക്കും മറ്റും സഹായം നൽകിയ ആളുകളെ കൂടി പോലീസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്.